പരസ്യങ്ങളോ വാട്ടർമാർക്കോ ഒന്നും തന്നെ ഇല്ലാതെ 4K വരെ എഡിറ്റ് ചെയ്ത് സേവ് ചെയ്യാൻ സാധിക്കുന്ന ഇൻസ്റ്റഗ്രാമിൻ്റെ ഗംഭീരമായ ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ഇറങ്ങിയിട്ടുണ്ട്. അതിലൂടെയാണ് നമ്മൾ ഡബിളായിട്ട് കാണുന്നില്ലേ, ഇതന്നെയാണ്. ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ രണ്ടാകാം, ഒന്ന് പോയി തരാമോ. ഇതുപോലെ നമ്മളെ ഇരട്ടിയാക്കാൻ മാത്രമല്ല നിരവധി എഡിറ്റിംഗ് ടൂളുകൾ, ഫിൽറ്ററുകൾ, എന്തിനേറെ നമ്മളിപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിരവധി സൗണ്ട് എഫക്റ്റ് വേണ്ടി വരുന്നില്ലേ. ഒരു കോമഡി സൗണ്ട് എഫക്റ്റ്, അതുപോലെ തന്നെ ഹോൺ മുഴക്കുന്ന ശബ്ദം, പല്ലി ചിലക്കുന്ന ശബ്ദം, ഇതുപോലെ നമുക്ക് വേണ്ട ഷോർട്ട് വീഡിയോയിൽ ആവശ്യമായ എല്ലാ സൗണ്ട് എഫക്റ്റും ഇതിനകത്തുണ്ട്. അതുപോലെ നിരവധി സ്റ്റിക്കറുകൾ എന്ന് വേണ്ട അങ്ങനെ ഗംഭീരമായ ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാഗ്രാം പുറത്തിറക്കിയിരിക്കുന്നത്. പിന്നെ ഈ ആപ്ലിക്കേഷൻ്റെ ഒരേ ഒരു പോരായ്മയായി എനിക്ക് തോന്നിയത്, ഈ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് പോർട്രേറ്റ് മോഡിൽ മാത്രമേ എഡിറ്റ് ചെയ്യാൻ പറ്റൂ. അതായത് സ്ക്രീൻ കുത്തനെയുള്ള രീതിയിൽ മാത്രമേ എഡിറ്റ് ചെയ്യാൻ സാധിക്കൂ. നമുക്ക് ലാൻഡ്സ്കേപ്പ് മോഡിൽ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിലൂടെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് മാത്രമല്ല വീഡിയോ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നത്, മറ്റു പ്ലാറ്റ്ഫോമിലേക്കും നമുക്ക് ഇതിൽ നിന്ന് വീഡിയോ എഡിറ്റ് ചെയ്ത് സേവ് ചെയ്തിട്ട് ഉപയോഗിക്കാനൊക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ പുതിയ ഈ വീഡിയോ എഡിറ്റർ നമുക്ക് പരിചയപ്പെടാം. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ലിങ്ക് ഫേസ്ബുക്ക് ആണെങ്കിൽ മുകളിൽ ക്യാപ്ഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, യൂട്യൂബ് ആണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ഓണായി കിട്ടും. വളരെ സാവധാനത്തിൽ 10 സെക്കൻഡുകൾ എടുത്ത് താഴേക്ക് പോയാൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ആദ്യമേ ഓർമ്മപ്പെടുത്തുന്നു, ഇതൊരു ട്യൂട്ടോറിയൽ വീഡിയോ അല്ല, ജസ്റ്റ് ഞാൻ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് പെർമിഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ശേഷം നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ID ഇതിൽ സൈൻ ഇൻ ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ട വീഡിയോ ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് പോർട്രേറ്റ് മോഡിൽ മാത്രമേ എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്ന് ടച്ച് ചെയ്തിട്ട് നമ്മുടെ സ്ക്രീൻ സൈസിനെ കറക്റ്റ് ചെയ്യണം. ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാം HD എന്നേ ഉള്ളൂ. അതായത് എൻ്റെ ഇത് ഒരു പഴയ മൊബൈൽ ഫോണാണ്. പുതിയ മൊബൈൽ ഫോണിൽ നമുക്ക് 4K വരെ ഫ്രീ ആയിട്ട് തന്നെ വാട്ടർമാർക്ക് ഇല്ലാതെ ഈ ആപ്ലിക്കേഷനിലൂടെ എഡിറ്റ് ചെയ്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാം ഓഡിയോ, ടെക്സ്റ്റ്, വോയിസ്, ക്യാപ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിരവധി ഓപ്ഷൻ ഉണ്ട്. ഓഡിയോയിൽ തന്നെ നിരവധി പാട്ടുകളും മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വേറെ ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിൽ പാട്ടും കാര്യങ്ങളൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇനി ഇവിടെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ സൗണ്ട് എഫക്ട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നിരവധി ശബ്ദങ്ങൾ, ഇപ്പോൾ നമ്മുടെ ഷോർട്ട് വീഡിയോക്കൊക്കെ ഒരു ഡോറ് തുറക്കുന്ന ശബ്ദം വേണമെങ്കിൽ അത് ഇതിനകത്ത് നിന്ന് കിട്ടും. ഹെയർ ഓൺ ഇതാ, ഓക്കെ. ഇങ്ങനെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരുപാട് ശബ്ദങ്ങൾ. ഓക്കെ, ഡോർ അടക്കുന്ന ശബ്ദമാണ്, ഡോറിന് മുട്ടുന്ന ശബ്ദം, ഇതുപോലെ കോമഡി, ആക്ഷൻ, പല കാറ്റഗറിയിൽപ്പെട്ട ശബ്ദങ്ങൾ ഉണ്ട്. നമുക്ക് ഷോർട്ട് വീഡിയോയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇനി വീഡിയോ ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോയുടെ എഡിറ്റിങ്ങിനായിട്ട് കുറേ ഓപ്ഷൻ ഇതിനകത്തുണ്ട്. അതിൽ തന്നെ ഫിൽറ്റേഴ്സ്, എഫക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എഫക്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് പല രീതിയിൽ നമ്മുടെ വീഡിയോ എഫക്റ്റ് ആക്കാൻ പറ്റും. ഞാനിതിപ്പോൾ ജസ്റ്റ് പ്രിവ്യൂ പറഞ്ഞ വീഡിയോ ഇവിടെ ഇട്ടുന്നേ ഉള്ളൂ. നിങ്ങളുടെ വീഡിയോ ഇടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടും. നിങ്ങൾക്ക് കാണാം ഇപ്പോൾ കളർ മാറുന്ന തരത്തിലുള്ള എഫക്റ്റുകളൊക്കെ ഇതിനകത്തുണ്ട്. ഇനി ഈ രണ്ട് വീഡിയോ എങ്ങനെ ഒരുമിപ്പിക്കാം എന്നുള്ള കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് ഈ വീഡിയോ നിർത്താം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഓവർലേ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോ ആഡ് ചെയ്യേണ്ട അടുത്ത വീഡിയോ ആഡ് ചെയ്യാം. ഞാൻ ഇത് തന്നെയാണ് തൽക്കാലം നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിക്കാൻ ആഡ് ചെയ്യുന്നത്. അത് ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടും. ഇവിടെ നിങ്ങൾക്ക് കാണാം കട്ട് ഔട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ജസ്റ്റ് അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോ ഒന്ന് സ്കാൻ ചെയ്തിട്ട് ഇപ്പം നിങ്ങൾക്ക് കാണാം എന്നെ മാത്രം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇവിടെ ട്രാക്ക് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിലേക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് അനലൈസ് ചെയ്തിട്ട് ഇത് മുഴുവനായിട്ട് നിങ്ങളെ കട്ട് ചെയ്ത് കിട്ടുന്നതാണ്. ഇനി നമുക്ക് അതൊരു വീഡിയോന് ആവശ്യമായ ഒരു ഏരിയയിൽ നമുക്ക് പല രീതിയിൽ ഇത് വെക്കാൻ പറ്റും. ഇനി ശേഷം ഇത് സേവ് ചെയ്യാൻ പറ്റിയിട്ട് നിങ്ങൾക്ക് ഇവിടെ എക്സ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് 100% ആകുന്നവരെ കാത്തിരുന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളെ ഗാലറിയിലേക്ക് സേവ് ആയിക്കോളും. വീഡിയോ സേവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻസ്റ്റഗ്രാമിലേക്കും ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. ഇനി ഞാൻ ഗാലറിയിൽ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾക്ക് കാണാം ഈ വീഡിയോ എനിക്ക് ഡയറക്റ്റ് ഗാലറിയിലേക്ക് സേവ് ചെയ്ത് കിട്ടുന്നത് കൊണ്ട് തന്നെ ഏത് സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനിലും എനിക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഈ ആപ്ലിക്കേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.